ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യൽ ഡേ ആണ്. കാരണം ഇന്നെൻ്റെ കുഞ്ഞിൻ്റെ 3rd ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു ബർത്ത്ഡേ മിനി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ആൾ കുളിച്ച് സുന്ദരിയായി അമ്പലത്തിലേക്ക് പോയി വന്നിട്ട് ഇപ്പോൾ അംഗനവാടി പോവാണ് കേട്ടോ. അംഗനവാടി വെച്ചിട്ട് ഒരു ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ട്. കുഞ്ഞുമക്കളുടെ ബർത്ത്ഡേ ഒക്കെ വരുന്ന ദിവസം അവിടെ വെച്ച് കേക്ക് കട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത് കാണുമ്പോഴേ അവൾ വീട്ടിൽ വന്ന് പറയും, അമ്മ അംഗനവാടി വെച്ച് കേക്ക് കട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ പിള്ളേരൊരു ആഗ്രഹമല്ലേ, നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മൾ സഹായിച്ചു കൊടുക്കും. അപ്പോൾ ചെറിയൊരു കേക്ക് നമ്മളവിടെ നിന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടീച്ചറുണ്ട്, കുറച്ച് പിള്ളേരുണ്ട് കേട്ടോ. അപ്പോൾ ആൾ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ഇന്ന് അവളുടെ നാളെ വരുന്ന ദിവസമാണ് കേട്ടോ. ബർത്ത്ഡേ 8-നാണ്. അപ്പോൾ നമ്മൾ നാളെ വരുന്ന ദിവസമാണ് നമ്മളിവിടെ കേക്ക് കട്ട് ചെയ്തത്. പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത ശേഷം പിന്നെ 4 എണ്ണം ആ ഒരു വാതിലിൻ്റെ പിറകെ പോയിരുന്നു. ഭയങ്കര കളിയായിരുന്നു കേട്ടോ. പിന്നെ 4 എണ്ണം അവിടെ നിന്ന് എണീറ്റ് ഒത്തൊരുമിച്ച് കളിക്കാൻ പോവുകയാണ്. കുറച്ച് നേരമൊക്കെ ഈ കൂട്ട് കാണുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അടിയാണ് അവിടെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവളടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞ് വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ പിന്നെ ഞാൻ നോക്കുമ്പോൾ അവിടെ ഭയങ്കര കളിയിലാണ്, ഓടി കളിക്കുകയാണ് കേട്ടോ. ഇത് പിന്നെ ബർത്ത്ഡേ ദിവസം നമ്മൾ വീട്ടിൽ ചെറിയ രീതിക്ക് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അവളെ നഴ്സറി കൊണ്ടാക്കി കേട്ടോ. കാരണം വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ എനിക്കിതൊന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ പിന്നെ അവളെ കൊണ്ടാക്കി വന്ന ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ ബാക്കി ഡെക്കറേഷൻ പരിപാടികളൊക്കെ ചെയ്തത്. നമ്മളൊരു പർപ്പിൾ തീമിലാണ് ചെയ്യുന്നത്. അവളുടെ ഡ്രസ്സ് ഒരു പർപ്പിൾ ആൻഡ് വൈറ്റ് കോംബോ ആയിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു കളറിലുള്ള ഒരു ബർത്ത്ഡേ ഹാങ്ങിങ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ബലൂൺ വീർപ്പിക്കലായിരുന്നു വൺ ടാസ്ക് കേട്ടോ. കാരണം ഈ ഒരു പമ്പ് ഞാൻ ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ അത് അവൾ കേട് വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വീർപ്പിക്കുകയല്ലാതെ വേറെ നിവർത്തിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ വീർപ്പിച്ച് തുടങ്ങിയപ്പം 1, 2, 3 കുഴപ്പമില്ലായിരുന്നു. പിന്നെ അങ്ങോട്ട് ഈ ഒരു ബലൂണിലുള്ള ഒരു സംഭവം നമ്മുടെ ചുണ്ടിൽ മൊത്തം ആവുന്നു. അപ്പോൾ അത് ഭയങ്കര ഒരു ഇറിറ്റേഷനായിരുന്നു എനിക്ക്. പിന്നെ ഈ ഒരു സ്ട്രിപ്പ് പോലത്തെ സാധനം കണ്ടില്ലേ, ഇതൊക്കെ ബലൂൺ ഇങ്ങനെ സേഫായിട്ട് അതിൽ നിൽക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് ഡിസൈനിൽ വേണേലും നമുക്കത് അറേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ഒരു സ്ട്രിപ്പ് ഫുള്ളായിട്ട് ഞാൻ ബലൂൺ വീർപ്പിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ഉച്ചയ്ക്ക് ആയപ്പം പിന്നെ കനിയുടെ ഒരു ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് കുഞ്ഞുമക്കൾക്ക് ബിരിയാണി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഞാനത് കൊണ്ടു കൊടുക്കാൻ പോയപ്പോൾ അവളെ വിചാരം അവളെ വീട്ടിലോട്ട് വിളിക്കാൻ വന്നാണെന്നാ. എന്നിട്ട് അവൾ ഓടിപ്പോയിട്ട് ബാഗ് എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ പിന്നെ ടീച്ചർ വേഗം പിടിച്ചൊക്കെ വെച്ച് ഫുഡ് കഴിക്കാനെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ആൾ കുഴപ്പമില്ലാണ്ടിരുന്നു. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്നില്ല, വേഗം വീട്ടിലോട്ട് വന്നു. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഡെക്കറേഷൻ മൊത്തം കഴിഞ്ഞ് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ ഡെക്കറേറ്റ് ചെയ്തത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൊക്കെ ഒന്ന് അഭിപ്രായം പറയണേ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.